ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ ചാനൽ അഗൈൻ. അപ്പം നമ്മൾ ഇന്ന് ബ്രോക്കലിൻ്റെ രണ്ടാമത്തെ സീക്രട്ട് ആണ് ഇടുന്നത്. അപ്പം നമ്മൾ രണ്ടാമത്തെ സീക്രട്ട് ഇടാൻ വേണ്ടി നമ്മൾ ആദ്യമായിട്ട് നമ്മൾ പോയത് ബ്രോക്കൻ ബാങ്ക് റോബർ ചെയ്യാനായിരുന്നു. അപ്പം നമ്മൾ അതിൻ്റെ വേറൊരു സ്ഥലമുണ്ട്, പോലീസ് ക്യാമ്പാണ്. പിന്നെ നമ്മൾ പറ്റുകയാണെങ്കിൽ ഞാൻ വേറൊരു സ്ഥലം കൂടി കാണിക്കുന്നതാണ്. അത് ഞാൻ പറയുന്നൊരു സീക്രട്ട് ടാലൻ്റാണ്. അതോടെ നമുക്ക് വീഡിയോ ചെയ്യാൻ പറ്റും, അതാണ് ഈ പ്രത്യേകത. പിന്നെ വീഡിയോ ചെയ്യുന്ന സ്ഥലം ഞാൻ ഈ വീഡിയോയിൽ പറ്റുകയാണെങ്കിൽ ഉൾപ്പെടുത്താം. ബ്രോക്കൻ ബാങ്കിൽ കൊള്ള റോബർ ചെയ്യാൻ പോകണം അതേ വഴി കൂടി ആദ്യം പോവുക. കാണിച്ചു തരാം. ഞാൻ അതേ വഴി കൂടി തന്നെ പോകുന്നുണ്ട്, ശ്രദ്ധിച്ചിരിക്കുക. ഇവിടെ വരെ ശ്രദ്ധിക്കേണ്ടല്ലോ, ഇതൊക്കെ നിങ്ങൾക്ക് കഴിഞ്ഞ വീഡിയോ നോക്കിയാൽ തന്നെ അറിയാം. അപ്പോൾ നമ്മൾ ഇവിടെ നേരെ പോയാൽ ബ്രോക്കൻ ബാങ്ക് കൊള്ളടിക്കുന്ന സ്ഥലം എത്തും. ഇതേ നോക്കിയേ, ഇപ്പോഴത്തെ പോയ ബ്രോക്കൻ ബാങ്കിൻ്റെ മോൾ ഭാഗത്തോട്ട് എത്തുന്നതായിരിക്കും. പക്ഷേ നമുക്കിപ്പോൾ അങ്ങോട്ടല്ല പോകേണ്ടത്. അതുകൊണ്ട് നമ്മൾ തിരിച്ചിറങ്ങി പോയിട്ട് ഇതൊരു നേരെ പോകണം. നേരെ പോകുമ്പോൾ നോക്കി ഇതിങ്ങനെ ഒരു സ്ഥലത്തെത്തും. ഇങ്ങനെ ഒരു റൂം ഉണ്ടാവും. ഇതുവഴി നമ്മൾ വന്നു, അതിൻ്റെ നേരെ ഇപ്പുറത്തെ സൈഡിൽ ഇങ്ങനെ റൂം, അതിന് മുകളിലൊരു ലാമ്പ്. അപ്പം നമ്മൾ അടിയിലോട്ടോ ആ ലാമ്പ് വിളിക്കുമ്പോൾ ലാമ്പിൻ്റെ തൊട്ട് അല്ലെങ്കിൽ ആ വാതിൽ തുറന്നു വരും. കണ്ട, ഇപ്പം നമ്മൾ വന്ന സ്ഥലം വരെയും കാണിക്കും. ഇത് പോലീസ് ക്യാമ്പാണ്. ഇനി ഞാൻ വീട് സ്ഥലം എവിടെയെന്ന് കാണിച്ചു തരാം. അതിനു വേണ്ടി നമ്മൾ നേരെ വന്ന വഴി പോയി തിരിച്ചു പോകണം. തിരിച്ചു പോയിട്ട് നമ്മൾ ഇന്നലെ ഇറങ്ങിയത് എവിടെ നിന്നാണ് അതേ വഴി തന്നെ നമ്മൾ ഇറങ്ങുക. പിന്നെ ഇത് അണ്ടർഗ്രൗണ്ട് ഏരിയയാണ്, കാണിച്ചു തരാം. ഇതിൻ്റെ മുകൾ ഭാഗം കണ്ടിരിക്കുന്നു. ഇതിൻ്റെ മുകൾ ഭാഗം ഇവിടെ നിന്ന് പോയി കാണിക്കും. ഇത് പോസ്റ്റ് ഓഫീസാണ്. ഇങ്ങനൊരു സ്ഥലത്തായിട്ടാണ് ഇതിൻ്റെ മുകൾ ഭാഗം. കയറാൻ പറ്റുന്നില്ലേ? ഇതാണ് കേട്ടോ. ഇത് നോക്കിയേ, ഇത് ഈ സാധനമാണേ. അപ്പം ഒരു മിനിറ്റ്. ഓക്കെ. എനിക്കെന്തോ മിസ്സായ പോലെ തോന്നുന്നുണ്ട് ഇൻട്രസ്റ്റിൽ. ഇപ്പോഴാണ് മനസ്സിലായത്. ഓക്കെ, അപ്പം നമ്മൾ ഇങ്ങനൊരു സ്ഥലത്തും ഇവിടെയാണ് നമുക്ക് വീഡിയോ ചെയ്യാം. മൂന്നാം സ്ഥലം നമുക്കാണെങ്കിൽ നമുക്ക് വീഡിയോ ചെയ്യാവുന്നതാണ്. ബട്ട് എനിക്കിപ്പോൾ വീഡിയോ ഉണ്ടാത്തത് കൊണ്ട് നമുക്ക് വീഡിയോ ചെയ്യണ്ട. ഒരു സൈക്കിൾ എടുത്തിട്ട് നമുക്ക് അങ്ങോട്ട് പോവാം. ഇങ്ങോട്ടോ ലെഫ്റ്റ് എടുക്കണേ. അപ്പം നമ്മൾ സമയമുണ്ടെന്ന് തോന്നിയതുകൊണ്ട് ഞാൻ എടുക്കുകയാണ്, അങ്ങോട്ട് പോവുകയാണ്. കുറച്ച് ഒച്ചപ്പാടുണ്ട്, നിങ്ങൾ ക്ഷമിക്കുക. അമ്മ എന്തോ ക്ലീൻ ആക്കുകയാണെന്ന് തോന്നുന്നു. അപ്പം നമ്മൾക്ക് എങ്ങോട്ടാണ് പോകണമെന്ന് കാണിച്ചാൽ നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കണം. നമ്മൾ ആദ്യമായിട്ട് ഇവിടെ എത്തിയത് അവിടെ തന്നെ എത്തണം. ആദ്യം ഞാൻ വഴിയൊക്കെ നോക്കി വെച്ച് ആദ്യം എത്തിയ സ്ഥലം, ആദ്യം നമ്മൾ ജനിച്ചു കഴിയുമ്പോൾ ഇങ്ങനത്തെ ഒരു സ്ഥലത്തിലായിരിക്കും. അവിടെ നിന്ന് ഇങ്ങനത്തെ ഒരു ജംഗ്ഷനായിരിക്കും, നാലുംകുടി ജംഗ്ഷനാണ്. അപ്പോൾ നാലുംകുടി ജംഗ്ഷനിൽ നിന്ന് ഇങ്ങോട്ട് വേണം. ഇങ്ങനെ ഒരു കുത്തമ്മിനാറുണ്ടോ? കുത്തമ്മിനാറല്ല അല്ല, അതിന് ഒരു ഡോം പോലത്തെ സാധനം, അങ്ങനത്തെ സാധനത്തിൻ്റെ നേരെ പോകണം. ഒരു സ്പീഡില്ലാന്ന് തോന്നിയതുകൊണ്ട് ഞാൻ ഇതെടുക്കുന്നു. ഇത് റോങ് ഇതെടുക്കും. അപ്പം നമ്മൾ നേരെ പോയത് റോക്കവൻ്റെ ബീച്ച് എത്തുവേ. ബീച്ചിലോട്ട് തന്നെയാണ് നമുക്ക് എത്തേണ്ടത്. അപ്പോൾ നമ്മൾ ബീച്ചിലോട്ട് എത്തേണ്ടത്, നമ്മൾ ബീച്ചിലോട്ട് പോകാതെ ഇങ്ങോട്ട് പോകും. ആ ബീച്ചിൽ തന്നെ പോകണം. അപ്പോൾ നമ്മൾ ബീച്ചിലോട്ട് പോയാണ്. അതിന് കളർ മാറ്റാൻ പറ്റുമോ? ഈ കളർ മാറ്റാൻ പറ്റും, എനിക്കിഷ്ടമുള്ള കളറിലോട്ടാക്കി. എന്തിലാവട്ടെ, കളർ മാറില്ല തൽക്കാലത്തേക്ക്. അപ്പം നമ്മൾ നേരെ പോയാൽ ബീച്ചാണ് കാണുന്നത്. നമുക്ക് ബീച്ചിലോട്ടാണ് പോകേണ്ടത്. ഏതൊരു വഴി. അപ്പോൾ നമുക്ക് ബീച്ചിലോട്ട് പോകണമെങ്കിൽ നേരെ പോകണോട്ട് ഇങ്ങനെ. പിന്നെ ഒരു സ്പീഡ് എനിക്ക് തോന്നുന്നില്ല. വെയിറ്റ്, വാട്ട് ഈസ് പ്രോബ്ലം? ഇതായിട്ട് നമുക്ക് കുതിര എടുത്തിട്ട് പോവാം. നമ്മൾ കുതിര എന്താ നമുക്ക് ഓടിക്കാൻ പറ്റത്തു? യെസ്, നമുക്കൊരു പ്രശ്നം പറ്റിയിരിക്കുന്നത്, കുതിരേനെ ഓടിക്കാൻ പറ്റുന്നില്ല. പണി കിട്ടി. നമ്മൾ കുതിരയാണ് ഇനി. ശരിയല്ല, നമ്മുടെയാണ്. പിന്നെന്താ നമുക്ക് കയറാൻ പറ്റാത്തത്? നമുക്ക് തൽക്കാലത്തേക്ക് കുതിര എടുക്കണ്ട, വേറെ ഉള്ളത് എടുക്കാം. എന്തെടുക്കാം? വൈ ആർ യു ഗോയിങ് അറ്റ് ദ മിഡ് നൈറ്റ്? എന്തെങ്കിലും ആവട്ടെ.
അയ്യോ മഴ. നമുക്ക് തൽക്കാലത്തേക്ക് വേഗം പോകാം. അയാളുടെ വോയിസ് നോക്കിയിരുന്നാൽ നമ്മളെ സമയം പോവും. അതുകൊണ്ട് നമ്മൾ അതിന് റിപ്ലൈ കൊടുക്കാതെ പോവുകയാണ്. അതുകൊണ്ട് നമ്മൾ എന്തൊക്കെ കയറി പോകും, ബൈക്കിൽ കയറി പോകാല്ലേ. 7 മണിയുടെ സമയമായിട്ടുണ്ട്. യെസ് ഗൈസ്, നല്ല മഴയെ. എനിക്ക് വേഗം പോവാം. കാർ എടുക്കണമെന്ന് വെച്ചില്ല, ബിക്കോസ് ബൈക്കിന് അത്യാവശ്യം സ്പീഡ് ഉണ്ടാവും. വെള്ളപ്പൊക്കമാണ്. എന്താ ഇത്? ഇതിലാവട്ടെ, നമുക്ക് പോവാം. വേഗം പോണേ. ഇത് കണ്ട ബീച്ചാണ്. ബീച്ച് കൂടി നമുക്ക് ബൈക്ക് ഓടിക്കാം. ബീച്ചിൽ കൂടി ബൈക്ക് ഓടിക്കാം. അതെ, ഞാനിങ്ങനെ നേരെ പോകണം കേട്ടോ. ആദ്യം നമുക്കൊരു ഐലൻഡ് കാണാൻ പറ്റും. ആ ഐലൻഡിലോട്ടല്ല നമുക്ക് പോകേണ്ടത്, അത് കഴിഞ്ഞിട്ടുള്ളൊരു ഐലൻഡിലോട്ടാണ് നമുക്ക് പോകേണ്ടത്. ആദ്യം കാണുന്ന ഐലൻഡ് ഞാൻ കാണിച്ചു തരാം, ബിക്കോസ് എനിക്കൊരു സംശയമുണ്ട്. ഓക്കെ, മഴ പെയ്താരണോ വെള്ള കളർ കാണുന്നത്? എന്തായാലാവട്ടെ, അപ്പം ആദ്യം കണ്ട ഐലൻഡിലോട്ട് നമുക്ക് പോവാം. ആദ്യം ഐലൻഡ് കാണുന്ന ഐലൻഡിലല്ല കയറേണ്ടത്, രണ്ടാമത്തെ ഐലൻഡിലാണ് നമുക്ക് കയറേണ്ടത്. അതെ, ഇങ്ങനൊരു ഐലൻഡ് ആയിരിക്കും ആദ്യം കാണാം. അതിൻ്റെ അപ്പുറത്ത് വേറൊരു ഐലൻഡ് ഉണ്ടാവും, അതാണ് നമുക്ക് കയറേണ്ടത്. ഗൈസ്, അപ്പം നമ്മൾ പോണം. വേഗം പോണം. അയ്യോ, ഞാൻ ബൈക്കിൽ നിന്ന് ഇറങ്ങി. യെസ്, ബൈക്കിൻ്റെ ബാക്ക് സീറ്റിൽ കയറിയിരുന്നു, ബുദ്ധിശാലി. ഓക്കെ, നമ്മൾ വേഗം പോകണം. അപ്പം നമുക്ക് പോകാൻ വേണ്ടി ഇതേ നമ്മളോട് പോയാണ്, ബിക്കോസ് ഈ ഐലൻഡല്ല നമുക്ക് പോകേണ്ടത്. നമുക്ക് പോകേണ്ട ഐലൻഡ് ഗൈസ് എത്തിയിട്ടില്ല. എനിക്ക് വിഷമം തോന്നുന്നു. ഓക്കെ, എത്താൻ വേണ്ടി കാത്തിരിക്കണം. നമുക്ക് അതിനാൽ വേഗത്തിൽ പോകണം, ബിക്കോസ് ഇതെല്ലാം നമുക്ക് എത്തേണ്ട ഐലൻഡ്. ഇതാണോ അല്ലെന്ന് നമുക്ക് നോക്കാം. ആദ്യം നമ്മൾ ഇങ്ങനെ നോക്കണം. ഇതിങ്ങനെ കാണുന്നുണ്ടോ? ഇല്ല. എൻ്റെ കാണണ കൂടെ കാണുന്നില്ല. ഒരു സംശയം കാണുന്നുണ്ടോ? ഇല്ല. ഇതല്ല ഗൈസ്, ബിക്കോസ് ഇങ്ങനത്തെ ഒരു സ്ഥലത്തല്ല എത്തേണ്ടത്. ഗൈസ്, സൂപ്പർ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ എൻജോയ് ചെയ്ത് പോവുക. അല്ലെങ്കിൽ മഴയത്ത് നമ്മൾ തെന്നിയടിച്ച് തലക്കെടുക്കുന്നതാണ്. സൂക്ഷിക്കുക. സ്ലിപ്പറി റോഡ് എന്നൊരു സൈൻ ബോർഡ് വരും കാണുന്നില്ലല്ലോ. അതാണ് ഞാൻ ചിന്തിക്കുന്നത്. ഗായ്സ്, അപ്പം നമുക്ക് വേഗം പോകണം. നമുക്ക് വേഗം പോയി ഇവിടെ നിന്ന് നേരെ പോയി നമുക്ക് ഐലൻഡ് എത്തും. ഈ വെള്ളം ഒഴിക്കണം, നമുക്ക് വെള്ളം ഒഴിക്ക് പോകാം. ഞാൻ കുറുക്ക് വഴിയൊക്കെ എടുത്ത് പോകുന്നതാണെന്ന് വിചാരിക്കേണ്ട, എൻ്റെ ബൈക്ക് കുറച്ച് സ്ലിപ്പറി അതുകൊണ്ട്. അപ്പോൾ ഗൈസ്, നമ്മൾ നേരെ പോകണം. എന്താ എത്താത്തതെന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. ഓക്കെ, എന്തായാലും നമുക്ക് നേരെ പോകണം. ഞാൻ നേരെ പോയിക്കൊണ്ടിരിക്കുകയാണ്, എന്നാലും എത്തുന്നില്ലല്ലോ. എത്തും. ഓക്കെ, നേരെ പോകാൻ ഞാൻ കാത്തിരിക്കുന്നു. എത്തുന്നില്ല. എന്താ എത്താത്ത? അതെനിക്കറിഞ്ഞൂടാ. എന്താ നിന്ന വഴി? ഇല്ല, വഴി നിന്നില്ല. വഴി അങ്ങനൊന്നും നിൽക്കില്ല. അത് ഗൈസ്, ഇവിടെ നിങ്ങൾക്ക് ഐലൻഡ് കാണാം. അതുകൊണ്ട് ഇവിടെ നിന്ന് വെള്ളത്തിലോട്ടെടുത്ത് ചാടിയാലോ എന്ന് ചിന്തിക്കുകയാണ്. ഇവിടെ നിന്ന് വെള്ളത്തിലോട്ടെത്തി. അപ്പോൾ ഗൈസ് പോയിക്കളഞ്ഞേ. എവിടെ ഒരു ബോട്ട് കാണുന്നില്ലല്ലോ. ബോട്ട് ഏതെടുക്കാം? ഏത് ബോട്ടായിരിക്കും ഇതിൽ ഫാസ്റ്റർ എന്ന് നോക്കാം. ഇതെടുക്കാം അല്ലേ? അമ്മേ, ഞാൻ പോയി. ഗായ്സ്, അപ്പം നമ്മൾ ഐലൻഡിലോട്ടാണ് പോകേണ്ടത്. ബോട്ടിൽ പോവുകയാണ്, ബിക്കോസ് ഈ ഒരു മിനിമം ചാർജ് കഴിഞ്ഞാൽ ഈ ബോട്ടിന് സ്പീഡ് വരുള്ളൂ, അല്ലെങ്കിൽ താഴെ മുട്ടും എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. എന്തായാലും നടക്കുക. നേരെ പോകും. എന്തിനും പോവാം എപ്പോഴും ഒന്നും പറഞ്ഞു നീട്ടി പറയുന്നത്. എനിക്കറിഞ്ഞൂടെ. അത് തന്നെയാണ് പ്രശ്നം. ഓക്കെ, നമ്മൾ നേരെ പോയാൽ ഈ ഐലൻഡാണെന്ന് തോന്നുന്നു, ബിക്കോസ് എനിക്കൊരു സംശയമുണ്ട്. ചിലപ്പോൾ ഇതല്ലാതിരിക്കാൻ സാധ്യത ഉണ്ട്. എന്നാലും നമുക്കിതാണെന്ന് ഉറപ്പിച്ച് പോയി നോക്കാം, ബിക്കോസ് ഇതാണെന്ന് എനിക്ക് തോന്നുന്നു കണ്ടിട്ട്. ഓക്കെ, ഇതാണെന്നാണ് എൻ്റെ എല്ലാ നിഗമനവും പറയുന്നത്. നമുക്ക് നോക്കാം. കഴിഞ്ഞ പ്രാവശ്യം ഒരു ഐലൻഡ് കണ്ടിരുന്നു ഇങ്ങനെ തന്നെ. അതേപോലെ വല്ല ഫൂളായിരിക്കുമോ, പറ്റിക്കൽസമായിരിക്കുമോ? എന്തായാലാവട്ടെ, നമുക്ക് നോക്കാം. ഗൈസ്, ഇത് റിയലി പറ്റിക്കൽസമായിരുന്നു, നേരത്തേതുപോലെ തന്നെ. അപ്പോൾ ഗൈസ്, ഇതല്ല, ഇത് കഴിഞ്ഞിട്ടൊരു ഐലൻഡ് ഉണ്ട്, അതിലോട്ട് നമുക്ക് പോകേണ്ടത്. ഗൈസ്, ഇതെന്താണ് ഞാൻ ഇതിൻ്റെ മുകളിലോട്ട് എടുത്തിട്ടുന്നത്?
ഗൈസ് അപ്പം ഞാൻ പോവുകയാണ്. ആരാ പറയുന്നത്? ഓക്കെ എന്തായാലും ഭയങ്കര സ്ലോ ആണല്ലോ. അപ്പം ഗൈസ് നമുക്ക് പോവാം. ഇതെന്താ അടുത്ത ഐലൻഡിലാണ്. ഞാൻ അവിടെ എത്തിയിട്ട് ഐലൻഡ് കാണിക്കാം. ബിക്കോസ് ഇവിടെ നിന്ന് ഞാൻ വഴി കാണിച്ചു തരും എങ്ങോട്ടാണ്. അല്ലെങ്കിൽ വീഡിയോയുടെ ടൈം കൂടി പോകും. അപ്പം നിങ്ങളിനി കഷ്ടപ്പെട്ടിരുന്ന് കാണണ്ടേ. 5 മിനിറ്റ് 2 മിനിറ്റ് 3 മിനിറ്റിൻ്റെ വീഡിയോ ഒക്കെ എനിക്ക് അത്രയും പ്രശ്നമില്ലല്ലോ. അതുകൊണ്ടാണ് ഇവിടെ നിന്ന് നേരെ പോയാൽ മതി. നേരെ എന്ന് വെച്ചാൽ അത്രയും നേരമല്ല ഉദ്ദേശിച്ചത്. ഈ കര കണ്ട, കരയുടെ അതേ രീതിയിൽ പോകണം. കരയിനോട് മുട്ടിപ്പോന്നാലും പ്രശ്നമില്ല. അപ്പം നാളെ അങ്ങനെ തന്നെ പോകണം കേട്ടോ. കരയുടെ മുട്ടിപ്പോയാലും പ്രശ്നമില്ല. അങ്ങനെ തന്നെ പോകണം. 10 മിനിറ്റ് ഫോൺ ഓണായിരിക്കുന്നത്. എൻ്റെ ഫോണിന് നല്ല ചൂടുണ്ട്. നിങ്ങൾ വിചാരിക്കുന്ന പോലൊന്നുമല്ല. നല്ല ചൂടാ. എന്തിനും ബോട്ട് പറ്റിയെന്ന് വെച്ചാൽ ബോട്ടിന് സ്പീഡ് ഉണ്ടെങ്കിലും ഗൈസ് അപ്പം നമുക്ക് പോവാം. എന്താ വേഗം പോവാത്ത? ഫാസ്റ്റ് ഗൈസ്. അങ്ങനെ നമ്മൾ ഐലൻഡ് അടിച്ചിരിക്കുന്നു. ഈ ഐലൻഡാണ്. നിങ്ങൾ ഈ ഐലൻഡിനെ നോക്കി പോവുക. മീൻസ് അവിടെ നിന്ന് 3ാമത്തെ ഐലൻഡാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന ഐലൻഡ്. ഗായ്സ് അപ്പം നമ്മൾ ഐലൻഡ് ശരിയാണ്. ബിക്കോസ് ഇവിടെ തന്നെ നമുക്ക് പോസ്റ്റ് കാണാം ആ വീടിൻ്റെ. ഇതായിരുന്നു നമ്മളുടെ സീക്രട്ട്. ബട്ട് നമ്മൾ ആ സീക്രട്ട് ഇടാൻ വേണ്ടി കുറേ നേരം നിങ്ങളൊപ്പം ചിലവാക്കേണ്ടി വന്നു. ഇതാണ് ഈ ഐലൻഡിൻ്റെ പ്രശ്നം. വളരെയധികം ദൂരമാണ് നമ്മളെ സിറ്റിയിൽ നിന്ന്. ബട്ട് നമ്മൾക്കൊരു സ്പെഷ്യൽ ഐലൻഡാണ്. ബിക്കോസ് ഞാൻ എൻ്റെ കസിൻ്റെ കൂടെ കളിക്കുന്ന ഒരു ഗെയിമാണ് റോബ്ലോക്സ്. അപ്പോൾ അവരുടെ കൂടെ കളിക്കുമ്പോൾ ഈ ഐലൻഡിലാണ് ഞാൻ വീട് പണിയാറുള്ള സാധാരണ. അപ്പോൾ ഗൈസ് നമുക്കിപ്പോൾ എനിക്കിഷ്ടം ഈ വീട് കൊണ്ട് നോക്കാം. ഓക്കെ ഇതേക്കണ്ടോ നമ്മുടെ വീട് പണിയാനുള്ള സ്ഥലമൊക്കെ അവിടെയുണ്ട്. ഗൈസ് നമുക്ക് വീട് പണിയാം. ഇതാണ് ഐലൻഡ്. എല്ലാവരും നോക്കി വെച്ചോ. ഇനി ഇവിടെ നിന്ന് തിരിച്ചു പോകണത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ അത് ഞാൻ അടുത്ത വീഡിയോയിലിടാം. ബിക്കോസ് അടുത്ത വീഡിയോ ഇതിലെ പാർട്ട് 2 ആയിട്ടായിരിക്കും ഞാൻ ഇടാൻ പോകുന്നത്. ഓക്കെ ബൈ.